ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എത്ര ആഴത്തിലേക്ക് നമ്മൾ വീണു പോയാലും നമ്മുടെ ആത്മാവിനെ തേടി വരുന്ന, നമ്മുടെ അന്തരംഗം കാണുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരപറ്റാൻ കരഞ്ഞിട്ടും ദൈവം, തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരഞ്ഞിട്ടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ ആനന്ദമോ ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ ആനന്ദമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് മിക്ക, ചാപ്റ്റർ 7 വേഴ്സ് 18 and 19. തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വെച്ചു പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്ത് എറിയും. മിക്ക പ്രവാചകൻ ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തെ ഏറ്റുപറയുകയാണ്. പാപത്തെ വെറുക്കുകയും പിശാചിനെ തകർക്കുകയും എന്നാൽ വീണുപോയവനെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ കാരുണ്യം. നമ്മൾ പാടി പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, തകരുന്ന തോണിയിൽ ഞാനായിരിക്കുമ്പോൾ എന്നെ തേടി വരുന്ന സ്നേഹമേ, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, നമ്മെ തേടി വന്ന് നമ്മെ നേടിയെടുക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കേണ്ട കാലമാണ് ഈ നോമ്പുകാലം. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ അപ്പനെ പോലെ മകനു വേണ്ടി തേടിയിറങ്ങുന്ന അപ്പ. കാണാതെ പോയ കുഞ്ഞാടിൻ്റെ ഉപമയിലെ ഇടയനെ പോലെ കുഞ്ഞാടിനു വേണ്ടി തേടിയിറങ്ങുന്ന ഇടയൻ. നഷ്ടപ്പെട്ടു പോയ നാണയത്തിൻ്റെ ഉപമയിലെ വീട്ടമ്മയെ പോലെ വിളക്ക് തെളിച്ചു വെച്ച് ചൂലെടുത്ത് അടിച്ചുവാരി നമ്മെ തപ്പിയെടുക്കുന്ന, നേടിയെടുക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം. Divine power is revealed not in punishment but in forgiveness and compassion. ദൈവം അവൻ്റെ ശക്തി, അധികാരം കാണിക്കുന്നത് ശിക്ഷിച്ചല്ല, കരുണ കാണിച്ചും ക്ഷമിച്ചുമാണെന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ മഹത്വം തിളങ്ങുന്നത് അവൻ്റെ കരുണയിലാണ്. ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നത് കർത്താവിൻ്റെ കരുണയെ ദർശിക്കാനാണ്. തിരക്ക് പിടിച്ചോടുന്ന ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അല്പനേരം ഇരിക്കാൻ, നമ്മെ തേടുന്ന, നമ്മളെ പുണരുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ അനുഭവിക്കാൻ സമയം കണ്ടെത്തണേ. സെയിൻറ്റ് തോമസ് അക്വിനാസ് പറയുന്നു, മേഴ്സി ഈസ് ഗോഡ്സ് ഗ്രേറ്റസ്റ്റ് ആട്രിബ്യൂട്ട്. ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണ്. ആ കരുണയിൽ നമുക്ക് ആശ്രയം വെച്ച് ഈ ദിവസം ആരംഭിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, നിന്റെ ക്ഷമിക്കുന്ന സ്നേഹത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആ സ്നേഹത്തെ ഓർത്ത് നിനക്ക് നന്ദി കരയേറ്റുന്നു. എൻ്റെ പാപത്തെ,
എൻ്റെ പാപചായ്വുകളെ നീ കടലിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് ആഴങ്ങളിൽ നിന്ന് എന്നെ ഉയർത്തണേ ഈശോയെ. എൻ്റെ ഹൃദയത്തെ നീ ഇന്ന് നവീകരിക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.